ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ 7ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ വിളയിക്കാം നൂറുമേനി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ് ഇത് പണ്ടത്തെ SCERT പാഠഭാഗത്ത് ഉണ്ടായിരുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് വിശദമായിട്ട് നോക്കാം. അതിനകത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം പതിവയ്ക്കലാണ് ഈ രീതി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഫലം താഴെ പറയുന്നവയിൽ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്? വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം താഴെ പറയുന്നവയിൽ ഏത് കാലഘട്ടത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്? ഓപ്ഷൻസ്: ആദ്യം ഉണ്ടായ ഫലം, അല്ലെങ്കിൽ അവസാന കാലത്തുണ്ടായ ഫലം, അല്ലെങ്കിൽ മധ്യകാലത്തുണ്ടായ ഫലം. ഇതിൽ ഏത് കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഫലമാണ് നമ്മൾ വിത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? ഉത്തരം മധ്യകാലത്തുണ്ടാവുന്ന ഫലത്തിൽ നിന്നാണ് വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ ഫലത്തിൽ നിന്ന് ലഭിക്കുന്ന വിത്തുകള് വളരെയധികം ഗുണമേന്മയുള്ളതായിരിക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നാഗപ്പതിവയ്ക്കൽ ഉപയോഗിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന സസ്യങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ നാഗപ്പതിവയ്ക്കൽ ഉപയോഗിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന സസ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം പേരയാണ്. പതിവയ്ക്കൽ എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. വായുവിൽ പതിവയ്ക്കൽ, അതേപോലെ നാഗപ്പതിവയ്ക്കൽ. പേര, കശുമാവ്, സപ്പോട്ട, റോസ, ചാമ്പ, അത്തി, ബദാം എന്നിവ വായുവിൽ പതിവയ്ക്കൽ രീതിയിലൂടെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അതേസമയം ബോഗൻവില്ല, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില തുടങ്ങിയ ചെടികള് നാഗപ്പതിവയ്ക്കൽ രീതിയിലൂടെയാണ് നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, പതിവച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പതിവച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിനകത്ത് ഏതാണ് ഉത്തരം? ഉത്തരം തായ്വേര് പടലം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ആ സവിശേഷതകളിൽ പെടാത്തതാണ്. ചെടിയുടെ പതിവയ്ക്കൽ മൂലമുണ്ടാകുന്ന രീതിയിലൂടെ ഉണ്ടാക്കുന്ന പുതിയ തൈച്ചെടികൾക്ക് വലുപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. അതേപോലെ തായ്വേര് പടലം കുറവായിരിക്കും, ഉണ്ടാവൂല. അതേപോലെ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് പതിവയ്ക്കൽ മൂലമുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? തണ്ട് ഉപയോഗിച്ച് ആക്സിൻ ആണ്. അടുത്ത ചോദ്യം, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഏതാണ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഏതാണ്? ഉത്തരം കമ്പൊട്ടിക്കലാണ്. കമ്പൊട്ടിക്കലിൽ വേരോട് കൂടിയിട്ടുള്ള ചെടിയെ നമ്മൾ സ്റ്റോക്ക് എന്നും ഒട്ടിക്കാൻ എടുക്കുന്ന ചെടിയെ നമ്മൾ സയൻ എന്നുമാണ് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സങ്കര ഇനം വിത്തുകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം വെണ്ട, സൽകീർത്തി എന്ന ഓപ്ഷനാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇതിനകത്ത് നിന്ന് തെറ്റായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലല്ല, കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ജൈവവളങ്ങൾക്ക് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷനായിട്ട് വേണ്ടത് ഉത്തരം കുറഞ്ഞ അളവിൽ മതി. ഇതാണ്
ഉത്തരം. അതായത് ഒരു നിശ്ചിത ഘടകം മാത്രമായി നമുക്ക് ജൈവവളം നൽകാൻ സാധിക്കില്ല. ജൈവവസ്തുക്കളിൽ നിന്നാണ് ജൈവവളം ലഭിക്കുന്നത്. മണ്ണിന് ദോഷകരമല്ല. അതേപോലെ നമുക്ക് ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടിയ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പൊ കുറഞ്ഞ അളവിൽ മതി എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം ഇതിൽ ഏതെല്ലാം? ജീവാണു വളപ്രയോഗത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികളാണ് സ്യൂഡോമോണസും അസോസ്പെറില്ലവും. മിത്രകീടങ്ങൾക്ക് ഉദാഹരണമാണ് വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം. ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും ഈ ജീവി നശിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രെക്കോഗ്രാമ, തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയവയും മിത്രകീടങ്ങളാണ്. യാന്ത്രിക കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ. പാഠഭാഗത്ത് ഇവ കൂടാതെ കുറച്ച് സാങ്കേതിക പദങ്ങൾ കൂടി തന്നിട്ടുണ്ട്. അതായത് മുയൽ വളർത്തൽ എന്നറിയപ്പെടുന്നത് ക്യൂണി കൾച്ചർ എന്നാണ്. തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ എന്നും, പുഷ്പകൃഷി ഫ്ലോറി കൾച്ചർ എന്നും, പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറി കൾച്ചർ എന്നും, മത്സ്യകൃഷി പിസി കൾച്ചർ, കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്, കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്, കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. ഇതാണ് പുതിയ പാഠഭാഗത്ത് തന്നിട്ടുള്ള അധിക വിവരങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.